രൂപയാണ് ഒറിജിനൽ ടിക്കറ്റ് റേറ്റ്. പക്ഷേ PVR പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് 123 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി. PVR ലുലു ഓഡി 5 4K ലേസർ പ്ലസ് 7.1 ആണ് ഈ സ്ക്രീനിൻ്റെ സ്പെക്ക് വരുന്നത്. MGR ഒരു മലയാളിയാന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് MGR ആരാണ്? മേലേപ്പറമ്പിൽ ആൺവീട് എന്നുള്ള സിനിമയിൽ ശോഭന തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നൊരു ഫോട്ടോ, അതല്ലെങ്കിൽ വാമനപുരം ബസ് റോഡ് എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയിലുള്ള കുറേ റെഫറൻസുകൾ, ഈ ഒരു സംഭവം അല്ലാതെ MGR എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിനെ നിങ്ങളൊരു സൂപ്പർ ഹീറോ ആയിട്ട് കാണാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഈ MGRൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലായിട്ടുള്ള കുതിരപ്പുറത്ത് വരുന്ന ചാട്ടവാറിനടിച്ച് അനീതിക്കെതിരെ പോരാടുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സിനിമയാണിത്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തമിഴ്നാടിലെ ടാർഗറ്റ് ഓഡിയൻസിന്, തമിഴ്നാട്ടിലുള്ള MGRനെ ലെജൻഡായി കാണുന്ന, MGRൻ്റെ ആ ഒരു സ്വാധീനമൊക്കെ ഉള്ളുന്ന ആ ഒരു കൺസെപ്റ്റ്, ഇതിൻ്റെ കോർ ഇമോഷൻ എന്ന് പറയുന്നത് അതാണ്. ആ കോർ ഇമോഷൻ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അതാണ് എനിക്ക് വാത്തിയാർ എന്ന് പറയുന്ന ഈ സിനിമയെക്കുറിച്ച് സിമ്പിളായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ കഥ സിനിമയുടെ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് ഓൾറെഡി ഒരു സ്നീക്ക് പീക്ക് എന്ന് പറഞ്ഞ് പടത്തിൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെ ഒരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. രാജ്കിരണിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു MGR ആരാധകനാണ്. അപ്പോൾ MGR ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് MGRൻ്റെ കുടിയിരുന്ന കോയിൽ എന്ന് പറയുന്ന പഴയ സിനിമയുടെ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റില്ല, എന്നാൽ സിനിമ ഇട്ടിട്ട് തിയേറ്ററിൽ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും കാണാമല്ലോ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. പക്ഷേ ആ ദിവസമാണ് MGR മരണപ്പെടുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ഒരു കൊച്ചുമകൻ ജനിക്കുന്നു. അപ്പോൾ MGRൻ്റെ ഉള്ളംകാലിൽ ഒരു മറുകുണ്ട്, അതേ മറുക് കൊച്ചുമകനും ഉണ്ട്. അപ്പോൾ തൻ്റെ കൊച്ചുമകനിലൂടെ MGR എത്തി എന്ന് പറയുന്ന അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു ക്യാരക്ടർ MGRനെ സിനിമകളൊക്കെ കാണിച്ചുകൊണ്ട് വളർത്തുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ജീവിതത്തിൻ്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സിനിമയിലുള്ള ഉപദേശവും കാര്യങ്ങളൊന്നുമല്ല, കാശാണ് ആവശ്യമെന്ന് കൊച്ചുമകന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ MGR ഫാനായിട്ടുള്ള ആൾ നമ്പിയാർ ഫാനായിട്ട് മാറുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു കഥയാണ്. പക്ഷേ MGR തിരിച്ചു വന്നേ പറ്റുള്ളൂ. MGR തിരിച്ചു വരുന്നു, അത് എങ്ങനെ, എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ ആക്ച്വലി കൺസെപ്റ്റ് നൈസാണ്. അതായത് ഒരു വളരെ ക്രൂക്ക്ഡ് മൈൻഡായിട്ടുള്ള കുറേ അഴിമതിക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരൻ, അയാൾ പകൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മകളും രാത്രി ആകുമ്പോഴേക്കും ഇയാളൊരു വിജിലാൻഡെ, അതായത് MGR ആണ് ശരീരത്തിലുള്ളത്, ഈ അനീതിക്കെതിരെ പോരാടുന്ന ഒരാളാവുന്നു. പക്ഷേ രാത്രി ഇയാൾ ഈ അനീതിക്കെതിരെ പോരാടുന്നതിനെക്കുറിച്ച് ഇയാൾക്ക് അറിയില്ല, ഇയാൾ തന്നെ അറിയാണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ വായിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നും. പക്ഷേ എക്സിക്യൂഷൻ മൊത്തത്തിൽ പാളിയ ഒരു സിനിമയാണ് വാത്തിയാർ. അപ്പോൾ ഈ സിനിമയിൽ ഇതൊരു ഫിക്ഷണലായിട്ടുള്ള ഒരു സ്ഥലത്ത് നടക്കുന്നതാണെന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഒരു പപ്പറ്റ് ആ ഒരു മന്ത്രിസഭയൊക്കെയാണുള്ളത്. രാഷ്ട്രീയക്കാരെല്ലാം ഈ കോർപ്പറേറ്റ് അവരുടെ കളിപ്പാവയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഒരു രക്ഷകൻ വരുന്നതും ജനമനസ്സുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന MGRനെ പോലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ തിരിച്ചു വരികയും അയാൾ ഈ ജനങ്ങളുടെ എല്ലാം സേവിയർ, രക്ഷകനാവുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കഥയ്ക്ക് ആക്ച്വലി ഒരു നല്ല കോൺഫ്ലിക്റ്റ് അത്യാവശ്യമാണ്. നമുക്ക് തന്നെ തോന്നണം ഇവിടെ ഒരു രക്ഷകൻ വരണം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകളുണ്ടല്ലോ രക്ഷകന്മാരുടെ. അപ്പോൾ ഈ രക്ഷകൻ ആ പ്രോപ്പറായിട്ട് അവിടെ എത്തണം എന്നൊരു തോന്നലുണ്ടായാലാണ് ബാക്കിയുള്ള കോൺഫ്ലിക്റ്റ് സ്ട്രോങ് ആയിട്ട് വരുള്ളൂ. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഇവർ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു MGR ഫാൻറ്റസി, അതാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പടത്തിൻ്റെ പോസ്റ്റർ, പിന്നെ ടീസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംവിധായകൻ്റെ മുൻ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡാർക്ക് കോമഡി സിനിമയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ ആക്ച്വലി വാത്തിയാർ എന്ന് പറയുന്ന സിനിമ നമ്മൾ ഈ ഡാർക്ക് കോമഡി ആണെന്ന് കരുതി തിയേറ്ററിൽ പോയി പിന്നീട് നമ്മൾ കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള, അതായത് പടത്തിൻ്റെ തുടക്കത്തിൽ കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജെനുവിൻലി നല്ലതായിരുന്നു. ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു നായകനാണ് ഈ പടത്തിൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഒരു ഗ്യാങ്ങിനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ MGR എന്ന് പറയുന്ന ഒരു സേവിയർ, ഒരു രക്ഷകൻ എത്തുമ്പോഴേക്കും ഈ പടത്തെ പിന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല. കാരണം MGR എന്ന് പറയുന്ന സൂപ്പർ ഹീറോ വരുന്നു, ഒരേ സമയം തന്നെ ഒരുപാട് അനീതികൾക്കെതിരെ പോരാടുന്നു. അതായത് ഈ പോരാടുന്നതെല്ലാം അമ്പും വില്ലും പിന്നെ കുതിരപ്പുറത്ത് ചാട്ടവാറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സീൻസ് കാര്യങ്ങളും വരുന്നു എന്നല്ലാതെ കാര്യമായിട്ട് ഇവിടെ ഒന്നും എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ സ്ക്രീനിൽ വരുന്നില്ല. അതാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി നളൻ കുമാരസ്വാമി സ്റ്റൈലിൽ ഹ്യൂമർ എന്തെങ്കിലുമൊക്കെ വർക്കാവുമോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും വർക്കാവുന്നില്ല. അപ്പം അങ്ങനെ ഒന്നും കണക്റ്റ് ആവാത്തുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പടത്തിൻ്റെ പെർഫോമൻസ്, ഇപ്പോൾ കാർത്തി ആപ്റ്റ് റോളാണ്. കാർത്തിയുടെ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഈ റോളിൽ കാർത്തി അല്ലാതെ നമുക്ക് വേറെ ആരെയും ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പുള്ളി ഭംഗിയായിട്ട് പുള്ളിയുടെ പോർഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൃതി ഷെട്ടീനെ സ്ക്രീനിൽ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ സത്യരാജിന് ഒരു പല്ലൊക്കെ എന്തോ ഫേക്ക് ആയിട്ടുള്ള പല്ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ ആക്ച്വലി ഇതെല്ലാം കാരിക്കേച്ചർ ക്യാരക്ടറാണ്, എന്നാൽ പോലും പുള്ളിക്ക് ഈസി കേക്ക് വാക്കൊക്കെ തന്നെയാണ്. എന്നാലും ആ ക്യാരക്ടറിന് അത് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ബാക്കി ഗസ്റ്റ് റോളുകളൊക്കെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൽ പെർഫോമൻസ് വൈസ് അങ്ങനെ എടുത്തു പറയത്തക്ക ആരുടെയും പെർഫോമൻസ് ഇല്ല, കാർത്തി ഒഴികെ വേറെ ആരുടെയും പെർഫോമൻസ് അത്ര ഇമ്പ്രസീവും അല്ല, എടുത്തു പറയത്തക്കവും ഇല്ല. അതാണ് അതിൻ്റെ
റിയാലിറ്റി. പിന്നെ ടെക്നിക്കലി ഈ പടം കിഡുവാണ്. ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ള പടമാണ്. ജോർജ് സി വില്യംസിൻ്റെ DOP പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇതിലെ പാട്ട് സീനാണെന്നുണ്ടെങ്കിലും ഇതിലെ ആക്ഷൻ സീനൊക്കെ ആണെങ്കിലും DOP ടോപ്പ് നോച്ചാണ്. അതുപോലെ ഇപ്പോൾ തന്നെ കളറിങ്ങും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സന്തോഷ് നാരായണനും പിന്നെ ഈ DOP ഈ സംഭവങ്ങളാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പാട്ടുകളെല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ BGM കൊടുത്തിരിക്കുന്നതൊക്കെ നൈസാണ്. അതിൽ പാട്ട് ആ ഒരു റീമിക്സ് അടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിലും പാട്ട് സീക്വൻസ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സാൻഡി മാസ്റ്ററൊക്കെയാണ് അതിൻ്റെ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പാട്ട്, ഡാൻസ്, ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ വൈബാണ് ആക്ച്വലി. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മെയിൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും പടം കൈവിട്ട് പോയി. അപ്പോൾ സന്തോഷ് നാരായണൻ പിന്നെ ജോർജ് സി വില്യംസിൻ്റെ ക്യാമറ പിന്നെ എഡിറ്റർ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവസാന ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് വരുന്നുണ്ട്, ഒരു ലോങ് ഷോ, കുറച്ച് നീളമുള്ള ഫൈറ്റാണ്. ആ ഫൈറ്റ് മൊത്തത്തിൽ എടുത്തിരിക്കുന്ന അതിൻ്റെ സ്റ്റേജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. ടെക്നിക്കലി പടം അടിപൊളിയാണ്. ടെക്നിക്കലി കുറവുകളൊന്നും പറയാനില്ല. പക്ഷേ കുറവ് പറയാനുള്ളത് മുഴുവൻ സ്ക്രിപ്റ്റിലാണ്. അത് എഴുതിയിരിക്കുന്നതും സംവിധായകനും ഒരാൾ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് നമ്മളിങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് വാ വാത്തിയാർ എന്ന് പറഞ്ഞ ഈ സിനിമ. നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് ഉണ്ട്. അതായത് കുറച്ച് ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള പോലീസുകാരൻ, അയാൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്. ആ ഒരു രീതിയിൽ പോകുന്നു. പിന്നെ ഒരു ഗ്യാങ്ങിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങിയ രീതിയിലൊക്കെ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവൽ പോയിന്റിലൊക്കെയാണ് ഈ വാത്തിയാർ വരുന്നത്, അതായത് രക്ഷകൻ വരുന്നതോടുകൂടി സിനിമയും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത ഒരു ക്ലൈമാക്സും കൂടി നൽകി ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമ ക്ലീൻ U7+ ആണ്. അതായത് പുകവലി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വയലൻസോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള പടമാണ്. പക്ഷേ അത്ര എൻ്റർടൈനിങ് ആയിട്ടല്ല പോകുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്. കാരണം ഈ സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരാണ്. MGR എന്ന് പറയുന്ന ഒരു ലെജൻഡ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്വാധീനം, ആ ഒരു ഇമ്പാക്റ്റ്, അതാണ് ഈ സിനിമയുടെ കോർ ഇമോഷൻ. ആ കോർ ഇമോഷൻ വർക്കായാൽ മാത്രമാണ് വാ വാത്തിയാർ എന്ന് പറഞ്ഞ ഈ സിനിമ നമുക്ക് വർക്കാവുള്ളൂ. കാരണം നമുക്കിപ്പോൾ അന്യഭാഷയിലുള്ള സിനിമകൾ കാണുക, അപ്പോൾ ഞാനൊരു മലയാളിയാണ്, അപ്പോൾ ഈ ഒരു കോർ ഇമോഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ കുറേയൊക്കെ പറ്റുമായിരിക്കാം. പക്ഷേ അതുപോലെ ആയിരിക്കില്ല ഒരു തമിഴ്നാട്ടുകാർ. അതായത് MGR എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ നടനായിരുന്നു, ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ്. പുള്ളിയുടെ പാട്ടുകൾ ഈ MGRൻ്റെ ഇൻട്രോ സോങ്ങിൽ ഒരുപാട് ഉപദേശം കൈൻഡ് ഓഫ് പാട്ടുകളൊക്കെ തന്നെയാണ്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അധ്വാനിച്ച് ജീവിക്കണം, അങ്ങനെ ഒരുപാട് ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നീട് രജനീകാന്ത് ആണെന്നുണ്ടെങ്കിലും പിന്നെ രജനീകാന്തിനെ കോപ്പി ചെയ്തിട്ടാണ് വിജയ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടെംപ്ലേറ്റ് തന്നെ ഉണ്ടാക്കിയെടുത്തത് MGR ആണ്. അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു ഫിഗറാണ്. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് എത്തി. രാഷ്ട്രീയത്തിൽ മരിക്കുന്നവരെ CM ആയിരുന്നു പുള്ളി. അപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഫിഗറിനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എബ്രഹാം ലിങ്കൻ ഒരു വാമ്പയർ ഹണ്ടർ ആയിട്ടുള്ളൊരു സിനിമയില്ലേ, അപ്പോൾ അതൊക്കെ പോലെ ഇവരുടെ ഒരു തമിഴ്നാട്ടിൻ്റെ ഒരു ഫാൻറ്റസിയാണ്. അതായത് എവിടെ അനീതി വന്നാലും MGR മരിച്ചാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ തിരിച്ചു വന്ന് ഞങ്ങളെയൊക്കെ രക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ അതൊരു തമിഴ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു കാര്യം, ആ ഒരു കോർ ഇമോഷൻ നമ്മൾ മലയാളികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തെലുങ്കനോ അവർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ സിനിമ അല്ല ഇത്. ചില സിനിമകളുണ്ട് അത് ആ ഒരു റീജിയണലായിട്ടുള്ള അവർക്ക് മാത്രം പറ്റിയ സിനിമയാണ്. ഇപ്പോൾ ആട് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ആമേൻ എന്നുള്ള സിനിമ, ഇതൊക്കെ നമ്മൾ വേറൊരു നാട്ടുകാർക്ക് സബ് ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ പോലും അതിനകത്തുള്ള പല കാര്യങ്ങളൊന്നും വർക്കാവണമെന്നില്ല. ചില സിനിമകൾ ചില റീജിയണിന് മാത്രം പറ്റിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സിനിമ റിവ്യൂ ചെയ്യുന്ന പോലും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. കാരണം എനിക്ക് MGR എന്ന് പറയുന്ന ലീഡർ, പൊളിറ്റിക്കൽ ലീഡറായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ടോ എന്നെ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു ഫിഗറാണ് ഈ MGR. അപ്പോൾ എനിക്ക് ഈ സിനിമ അതുകൊണ്ട് തന്നെ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അതുപോലെ ആയിരിക്കില്ല ഒരു തമിഴ്നാട്ടിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ വർക്കായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സബ്ജക്റ്റ് അങ്ങനത്തെ സബ്ജക്റ്റാണ്, നല്ല രീതിയിൽ ഹിറ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാത്തിയാർ എന്നുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.